പൊട്ടത്തിയാണോ നീ? ഇന്നത്തെ നമ്മളെ പരിപാടി വേറെ ഒന്നുമല്ല, ക്രിസ്മസിനുള്ള കുറച്ച് ഐറ്റംസ് എല്ലാം മേടിക്കാൻ വേണ്ടി പോവാണ്. അതേപോലെ തന്നെ ഞാൻ ഓർഡർ ചെയ്ത കുറേ ഐറ്റംസ് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അത് വീട്ടിൽ നിന്ന് എടുക്കും വേണം. അങ്ങനെ ഞാൻ വീടെത്തിയതും ഇവിടെ കുണുക്കും പാത്രം ഊറുന്നുണ്ട്. അമ്മ കുഞ്ഞിനോട് വർത്തമാനം പറയുക, കുണിക്കവിടെ ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ. അത് കണ്ടപ്പോൾ നമ്മൾ കാത്തുമ്മയ്ക്കും ചോറ് വേണമെന്നുണ്ട്. ഞാൻ അവൾക്കും കുറച്ച് ചോറൊക്കെ എടുത്ത് കൊടുത്തു. സാമ്പാർ മീൻ വറുത്തതായിരുന്നു, ഞാൻ കുറച്ച് കൂടുതൽ ചോറ് എടുത്തു. എനിക്കും ഇഷ്ടമുള്ള ഫുഡാണ്. അതെല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ കുറച്ച് പച്ചക്കറി മേടിക്കാനുണ്ടായിരുന്നു, അതൊക്കെ മേടിച്ച് പിന്നെ ക്രിസ്മസിന് വേണ്ട കുറച്ച് ഡെക്കോർ ഐറ്റംസ് മേടിക്കാനുള്ളതുകൊണ്ടായിരുന്നു നമ്മൾ കുന്നുകുളത്ത് പുതിയത് വന്ന ഷോപ്പാണ് കേട്ടോ. അവിടെ പോയി നമ്മൾ കുറച്ച് സാധനങ്ങളെല്ലാം മേടിക്കാൻ വേണ്ടി പോയപ്പോഴാണ് അറിഞ്ഞ് നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ തൊട്ടടുത്ത വീട്ടിലത്തെ ആൾക്കാരുടെ ഷോപ്പാണ് കേട്ടോ. അവരോടും കുറച്ചായിട്ട് സംസാരിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് എത്തി. വീട്ടിലെത്തിയിട്ട് നമ്മൾ ടൈം ടേബിളും ഇത് വരയ്ക്കേണ്ടായിരുന്ന ഐറ്റംസ് എല്ലാം ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് കുറച്ച് ഐറ്റംസ് മേടിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിച്ച് മേടിച്ചതാണ്. വേറെ നല്ല കിച്ചൺ ടവലാണ് കേട്ടോ. നമുക്ക് യൂസ് ചെയ്തിട്ട് കളയാൻ പറ്റുന്നതാണ്. ഞാൻ ടിഷ്യൂൻ്റെ റോള് പോലെ തന്നെയാണ് വരുന്നത്. പക്ഷേ നല്ല മെറ്റീരിയലാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ തുടച്ചും നോക്കി, നല്ല ക്ലീൻ ആവുന്നുണ്ട്, പാടും കാര്യങ്ങളൊന്നും വരുന്നില്ല, അത്രയും ക്ലീൻ ആയിട്ട് തുടച്ച് കിട്ടുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഈ സാധനം വേണമെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോ സൈഡിൽ കൊടുക്കാം. പിന്നെ ഞാൻ മേടിച്ചത് ഇങ്ങനെ ക്രിസ്മസ് ആയിട്ട് നമുക്ക് ടൈം ടേബിളും ഇടാൻ പറ്റുന്ന ടവിലാണ്. അതും ഞാൻ മേടിച്ചിട്ടു. നല്ല ഭംഗിയുണ്ട്, നല്ല മെറ്റീരിയലാണ് കേട്ടോ. ഈ ഒരു ഐറ്റിന് അടിപൊളിയാണ്. പിന്നെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഞാൻ ഷോപ്പിൽ നിന്നും മേടിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളെ മേശ ഇതേപോലെ സെറ്റ് ചെയ്തു. പിന്നെ ഈ ഒരു ഐറ്റം ഞാൻ ഒരുപാട് ആൾക്കാരെ വീഡിയോയിൽ കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ഓർഡർ ചെയ്തതാണ്. കിട്ടുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് പേടിച്ചു. പക്ഷെ അതെല്ലാം സെറ്റ് ചെയ്ത് വന്നപ്പോൾ വേറെ ലെവൽ ഐറ്റം തന്നെയായിരുന്നു കേട്ടോ. എനിക്ക് ടി വി സ്റ്റാൻഡിൻ്റെ അവിടെ വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ വെക്കാമെന്ന് വിചാരിച്ചു. അതേപോലെ ഈ ഒരു സ്റ്റിക്കറും ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചാണ്. എൻ്റെ മുന്നേ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു, അത് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും മേടിച്ചാട്ടോ. അടിപൊളി ഐറ്റമാണ്. കാരണം നമുക്ക് ആണിയടിക്കേണ്ട പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് റെൻറ്റിൻ്റെ വീടേക്കാനും നമുക്ക് ആണിയടിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറ്റില്ല. പക്ഷേ ഈ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ എന്ത് വേണേലും സെറ്റ് ചെയ്യാം. അത്ര സ്ട്രോങ് ആയിട്ട് ഇരുന്നോളൂ കേട്ടോ. ആ ഒരു ഐറ്റം കൊണ്ട് തന്നെയാണ് ഞാനിത് ഫുള്ളും സെറ്റ് ചെയ്തെടുത്തത്. പിന്നെ നമ്മൾ കുറച്ച് അലങ്കോലപ്പണികളൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഞങ്ങളിലുള്ള ഐറ്റംസും പിന്നെ മേടിച്ച ഐറ്റംസൊക്കെ വെച്ച് ഞാനിങ്ങനെ അലങ്കോലപ്പണികൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ അതെല്ലാം സെറ്റ് ചെയ്ത് വന്നപ്പോൾ വേറെ ലെവൽ ലുക്കായി. പിന്നെ ഈ ഒരു റീത്തും ഇങ്ങനൊരു സാധനം കൂടി ഞാനിവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ആ ഒരു സ്റ്റിക്കർ കൊണ്ട് തന്നെയാണ് ഒട്ടിച്ചെടുക്കുന്നത്. അതേപോലെ ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ മേടിക്കേണ്ടി നമ്മൾ ഷോപ്പിലേക്ക് പോകുമ്പോഴാണ് ഫ്ലിപ്കാർട്ടിൻ്റെ ഗുണം നമ്മൾ അറിയുന്നത്. കാരണം എന്തൊരു ഐറ്റം നമ്മൾ പുറത്തുനിന്ന് മേടിക്കുമ്പോൾ ഓൺലൈനിൽ നിന്ന് മേടിക്കുമ്പോൾ ഭയങ്കര തുച്ഛമായ റേറ്റിനായിട്ട് നമുക്ക് ഈ ഐറ്റംസ് എല്ലാം കിട്ടുന്നത്. ഇതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ വീഡിയോ സൈഡിൽ കൊടുക്കാം. അതേപോലെ എനിക്ക് പെട്ടെന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു ഓർഡർ ചെയ്തിട്ട് ഈ ഐറ്റംസ്. 1-2 ദിവസത്തിൻ്റെ ഉള്ളിൽ എനിക്ക് ഇതെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെയൊക്കെയാണ് സെറ്റ് ചെയ്തത്. ഇങ്ങനെ ഒരു മാല പോലത്തെ ഐറ്റം ഞങ്ങൾ ഇവിടെ ഇങ്ങനെ വെറുതെ തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പം എന്തായാലും ഇന്നത്തെ ഇടത്തിലേക്കുള്ള ബൈ.